ഹായ് കൂട്ടുകാരെ, ഈ മാവിൻ്റെ തൈ ഇരിക്കുന്നത് ഒരു 18 ഇഞ്ച് സൈസിലുള്ള ഒരു ചട്ടിയിലാണ്. ഈ മാവിൽ 2-3 വെറൈറ്റി മാവിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുള്ളത്. സൂപ്പർ ക്യൂൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി. സൂപ്പർ ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ ഏകദേശം 1.5 കിലോക്ക് മുകളിൽ തൂക്കം വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ കൊമ്പ് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ, അല്ലെങ്കിൽ ആ കൊമ്പ് ചിലപ്പം അത് കണ്ട ഇതിങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് മാവിനങ്ങൾ ചട്ടിയിൽ വേഗം കായ്പ്പിക്കാൻ സാധിക്കും. ചട്ടിയിൽ മാവിനങ്ങൾ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മാങ്ങ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇതൊരു ഡ്രമ്മാണ്. ഈ ഡ്രമ്മ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു വലിയ ഡ്രമ്മാണ് വാങ്ങിയത്. എന്നിട്ടത് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് വെച്ചതാണ്. ഇത് കാലാപ്പാടി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ട, ഈ ഒരൊറ്റ മാവിൽ ഏകദേശം 15 മാങ്ങ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു പരിചരണം ഒന്നുമില്ലാതെ ഒരു 3 മാസം കൂടുമ്പോൾ ഇത്തിരി ചാണകപ്പൊടി, വേനൽക്കാലമായി കഴിഞ്ഞാൽ നന കൊടുക്കും. അല്ലാതെ വേറൊരു രീതിയിലുള്ള പരിചരണം ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഏകദേശം ഈ ഒരു മാവിൽ മാത്രം ഒരു 15 മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് മാവിനങ്ങൾ, ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കണ്ട, കൂട്ടത്തോടെ കാലാപ്പാടി എന്ന് പറഞ്ഞ മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുഴുക്കുത്തൊന്നും വരാത്ത, പുഴുശല്യം ഒക്കെ കുറവുള്ള നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ് കാലാപ്പാടി. ഇത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് മാവിനങ്ങൾ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നമുക്ക് പരിചരിക്കാൻ സാധിക്കും. ചെറിയൊരു ഏരിയയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നതിനുള്ള ഗുണം. നമുക്ക് ഒരു 10-15 മാങ്ങ കിട്ടുന്നുണ്ടാവുള്ളൂ, പക്ഷേ അത്ര മതി. നമുക്ക് ഒരുപാട് ഇനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഒരു സീസണിൽ തന്നെ കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. കാലാപ്പാടി കണ്ട നല്ല അടിപൊളി സാധനമാണ്. കാണുമ്പോൾ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള. ഇതിൻ്റെയും സൂപ്പർ ക്യൂവിൻ്റെയും കൂടെയുള്ള സൈസിൻ്റെ വ്യത്യാസം ഒന്ന് ജസ്റ്റ് കൈ വെക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ കാലാപ്പാടി പിടിച്ച അതേ കൈ തന്നെയാണ് ഈ കാണുന്നത്. സൈസ് വ്യത്യാസം കണ്ടോ. അതേപോലെ തന്നെ റെഡ് ഐവറി എന്ന് പറയുന്ന വെറൈറ്റി ഒക്കെ ഉണ്ട്. ഒക്കെ 2 കിലോയോളം തൂക്കം വരും. അതേപോലെ തന്നെ കിങ് ഓഫ് ചക്പത് അല്ലെങ്കിൽ യുവാൻ എന്ന് പറയുന്ന വെറൈറ്റി. ഇത്തരത്തിലുള്ള മാങ്ങകളൊക്കെ നമുക്ക് ഇതേപോലെ ചട്ടിയിലും ഡ്രമ്മിലൊക്കെ പിടിപ്പിക്കാൻ സാധിക്കും. വെറും 2 വർഷം മാത്രം പ്രായമായിട്ടുള്ള ഒരു ചെറിയ തൈയാണത്. എൻ്റെ പൊക്കത്തിലുള്ള ഒരു തൈയാണത്. ഈ തൈയിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല, ധാരാളം പൂവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മാങ്ങ പിടിച്ചപ്പോൾ നല്ല ചൂട് കാരണം എന്താണെന്നറിയില്ല, പിടിച്ചപ്പോൾ കുറേ ചെറിയ മാവിൻ്റെ തൈ ആയതുകൊണ്ടായിരിക്കാം മാങ്ങ പിടിച്ചപ്പോൾ കുറച്ച് മാങ്ങയാണ് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരു ഡ്രമ്മിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഏകദേശം 10ൽ കൂടുതൽ മാങ്ങ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നമുക്ക് ഒരു ടെറസിൽ ഒരുപാട് വെറൈറ്റി മാങ്ങകൾ വെക്കാൻ പറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇനം മാംഗോകളുടെ ടേസ്റ്റ് അറിയുകയും ചെയ്യാം. ഈ കാണുന്ന മാങ്ങയുടെ പേര് കുളമ്പ് എന്നാണ് പറയുക. കുളമ്പ് മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായി കൊലകുത്തി കായ്ക്കുന്ന ഒരു ഇനമാണ് കുളമ്പ് മാങ്ങ. അതുമാത്രമല്ല, ഇത് കൂടുതൽ സൈസ് വെക്കൊന്നുമില്ല, പക്ഷേ അകക്കാമ്പ് നല്ല മധുരമായിരിക്കും. അതുമാത്രമല്ല, പുഴുക്കളുടെ ശല്യമോ മറ്റൊന്നും ഇല്ലാത്ത വെറൈറ്റി കൂടിയാണ് കുളമ്പ്. ഒരു ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ മാങ്ങ കിട്ടിയാൽ മതിയല്ലോ. ഈ കാണുന്നതാണ് നാംഡോക് മൈ എന്ന് പറയുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറിലേക്ക് വരുന്ന വെറൈറ്റിയാണ് നാംഡോക് മൈ. ഇതും തായ്ലാൻഡിലെ ഒരു പ്രശസ്തമായ മാങ്ങയാണ്. ഇങ്ങനെ നന്നായിട്ട് കായ പിടിക്കുന്ന വെറൈറ്റിയാണ് നാംഡോക് മൈ.
അവിടെ ധാരാളം കായ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഓരോന്നും ഒരു 800 ഗ്രാം തൂക്കത്തേക്കൊക്കെ വരും. ഒരു kg ഒക്കെ അടുത്ത് സൈസ് വരുന്ന വെറൈറ്റിയാണ് ഈ കാണുന്ന നാംഡോക്ക്. ഇതുപോലെ നമുക്ക് ടെറസിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ബനാന മാംഗോ. നമുക്ക് ഇത്തരത്തിൽ പല വെറൈറ്റി മാവിനങ്ങൾ നമുക്ക് ഇങ്ങനെ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് ചളി കെട്ടാത്ത രീതിയിലുള്ള മണ്ണായിരിക്കണം. അതുപോലെ തന്നെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് കൂടുതൽ നന കൊടുക്കാതെ മിതമായ നന കൊടുക്കുക. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത്തരത്തിൽ ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ ധാരാളം മാവിനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത് ഈ ചട്ടി. ഇതേപോലെ ടെറസിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ടെറസിൽ ചെയ്ത വീഡിയോകളൊക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചട്ടിയിൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഒരേ സമയം തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ വെറുതെ ഇതിലുണ്ടായ ഒരു മുളകിൻ്റെ തൈയാണ്. ചീര, വെണ്ടയൊക്കെ നമുക്ക് ഈ രീതിയിൽ ടെറസിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.